നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെട്ട റീൽസ് വീഡിയോ താൽക്കാലികമായി നീക്കം ചെയ്ത സംഭവത്തിൽ സോഷ്യൽ മീഡിയ ഭീമനായ മെറ്റയോട് കടുത്ത നിലപാടുമായി കേന്ദ്ര സർക്കാർ. CJP പ്രൊട്ടസ്റ്റ് നടക്കുന്ന സമയങ്ങളെല്ലാം തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓരോ ദിവസങ്ങളിലും ഓരോ വീഡിയോ അദ്ദേഹം പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ ഒരു വീഡിയോയാണ് ഇപ്പോൾ പ്രത്യക്ഷമായത്. ഇപ്പോൾ അതിൽ കടുത്ത നടപടിക്കാണ് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത്. വിഷയം വലിയ വിവാദങ്ങൾക്ക് വഴി തുറന്ന പശ്ചാത്തലത്തിൽ കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയവും മെറ്റയുടെ ആഗോള ഉന്നത പ്രതിനിധികളും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ച ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. നാളെയും കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ടുണ്ട്. ഉന്നതതല യോഗമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ജൂലൈ 28-നാണ് രാജ്യത്തെ ഞെട്ടിച്ച സംഭവം നടന്നത്. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട രാജ്യവ്യാപക പ്രതിഷേധങ്ങളെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കുവച്ച ഫേസ്ബുക്ക് റീൽ 5 മണിക്കൂറോളം പ്ലാറ്റ്ഫോമിൽ നിന്നും അപ്രത്യക്ഷമാവുകയായിരുന്നു. രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ അക്കൗണ്ടിൽ നിന്നുള്ള വീഡിയോ തന്നെ നീക്കം ചെയ്യപ്പെട്ടത് കേന്ദ്ര സർക്കാരിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കി. ഇതേ തുടർന്നാണ് കേന്ദ്ര IT മന്ത്രാലയം മെറ്റയുടെ US ആസ്ഥാനത്ത് നിന്നുള്ള ആഗോള ഉന്നത ഉദ്യോഗസ്ഥരെ നേരിട്ട് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് എന്നിവയുടെ മാതൃകമ്പനിയായ മെറ്റയുടെ US ആസ്ഥാനത്ത് നിന്നുള്ള നയരൂപീകരണ വിദഗ്ധരും ഉന്നത ഉദ്യോഗസ്ഥരുമാണ് കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്താൻ ന്യൂഡൽഹിയിൽ എത്തിയിട്ടുള്ളത്. ഇന്ത്യയിലെ മെറ്റ പ്രതിനിധികൾക്ക് പുറമെ US-ൽ നിന്നുള്ള സംഘം നേരിട്ടെത്തി സാഹചര്യം വിശദീകരിക്കണമെന്ന കേന്ദ്ര നിർദ്ദേശത്തെ തുടർന്നാണ് ഈ അത്യാഹിത സന്ദർശനം. പ്രധാനമന്ത്രിയുടെ വീഡിയോ നീക്കം ചെയ്തത് മാത്രമല്ല, കമ്പനി വരുത്തിയ മറ്റു വീഴ്ചകളിൽ കൂടിക്കാഴ്ചയിൽ വിചാരണ ചെയ്യപ്പെടുമെന്നാണ് IT മന്ത്രാലയ സെക്രട്ടറി S കൃഷ്ണൻ അറിയിച്ചിരിക്കുന്നത്. വൻകിട ടെക് കമ്പനികൾ ഇന്ത്യൻ നിയമങ്ങൾ പാലിക്കാത്തത്, കുട്ടികൾക്കെതിരായ ലൈംഗിക ചൂഷണ ദൃശ്യങ്ങൾ തടയുന്നതിലെ പരാജയം, വ്യാജ AI ഉള്ളടക്കങ്ങൾ, പ്രമുഖ വ്യക്തികളുടെ വെരിഫൈഡ് അക്കൗണ്ടുകൾക്കുള്ള സുരക്ഷ ഉറപ്പാക്കൽ എന്നിവയെല്ലാം യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്യും. അതിനിടെ വിഷയത്തിൽ മെറ്റ CEO മാർക്ക് സക്കർബർഗ് പരസ്യമായി മാപ്പ് പറയണമെന്ന ശക്തമായ ആവശ്യവുമായി വിവര സാങ്കേതിക വിദ്യ വിഭാഗം പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ നിഷികാന്ത് ദുബെ രംഗത്തെത്തി. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ അക്കൗണ്ടിന് നേരെ നടന്ന നടപടി നിസ്സാരമായി കാണാനാകില്ലെന്നും സക്കർബർഗ് മാപ്പ് പറഞ്ഞേ മതിയാകൂ എന്നും അദ്ദേഹം കർശന നിലപാടെടുത്തു. സക്കർബർഗും മെറ്റയും മാപ്പ് പറഞ്ഞില്ലെങ്കിൽ IT നിയമത്തിലെ സെക്ഷൻ 79 പ്രകാരം പ്ലാറ്റ്ഫോമുകൾക്ക് ലഭിക്കുന്ന സേഫ് ഹാർബർ നിയമ പരിരക്ഷ റദ്ദാക്കാൻ ശുപാർശ ചെയ്യുമെന്നും നിഷികാന്ത് ദുബെ മുന്നറിയിപ്പ് നൽകി. മൂന്നാം കക്ഷി ഉള്ളടക്കങ്ങളുടെ ബാധ്യതയിൽ നിന്നും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് സംരക്ഷണം നൽകുന്ന വകുപ്പാണിത്. ഇത് നഷ്ടപ്പെട്ടാൽ ഇന്ത്യയിൽ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഓരോ ഉള്ളടക്കത്തിനും മെറ്റ നിയമപരമായി മറുപടി പറയേണ്ടി വരും. അതേസമയം അൽഗോരിതത്തിലുണ്ടായ സാങ്കേതിക തകരാറ് മൂലമാണ് വീഡിയോ നീക്കം ചെയ്യപ്പെടാൻ ഇടയായതെന്നാണ് പാർലമെന്ററി സമിതിക്ക് മുന്നിൽ ഹാജരായ മെറ്റയുടെ ഇന്ത്യൻ പ്രതിനിധികൾ നൽകിയ വിശദീകരണം. സംഭവിച്ച പിഴവിൽ ഖേദം പ്രകടിപ്പിച്ച കമ്പനി ഭാവിയിൽ ഇത്തരം അപാകതകൾ ഉണ്ടാകാതിരിക്കാൻ തങ്ങളുടെ അൽഗോരിതം തിരുത്തുമെന്നും വ്യക്തമാക്കുകയുണ്ടായി. എന്നാൽ ഈ വിശദീകരണത്തിൽ കേന്ദ്ര സർക്കാരോ IT മന്ത്രാലയമോ തൃപ്തരല്ല. കേന്ദ്ര സർക്കാരിന്റെ ആശങ്കകളും ഗൗരവവും US ആസ്ഥാനത്തെ ഉന്നത നേതൃത്വത്തെ ബോധ്യപ്പെടുത്തുന്നതിൽ മെറ്റയുടെ ഇന്ത്യൻ വിഭാഗം പൂർണ്ണമായും പരാജയപ്പെട്ടെന്ന വിലയിരുത്തലാണ് ആഗോള പ്രതിനിധികളെ തന്നെ കേന്ദ്ര സർക്കാർ നേരിട്ട് വിളിപ്പിച്ചിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും മുൻനിര സാങ്കേതിക കമ്പനി എന്ന നിലയിൽ ഇത്തരം വീഴ്ചകൾ ഒരു കാരണവശാലും അംഗീകരിക്കാനാകില്ലെന്ന നിലപാടിലാണ് മന്ത്രാലയം. ഇന്ത്യൻ പ്രതിനിധികളുടെ ആവർത്തിച്ചുള്ള വിശദീകരണങ്ങൾ പര്യാപ്തമല്ലെന്ന് കണ്ടതോടെയാണ് US ആസ്ഥാനത്ത് നിന്നുള്ള പ്രതിനിധികളുമായി നേരിട്ട് IT മന്ത്രാലയ സെക്രട്ടറി തലത്തിലുള്ള ചർച്ച സംഘടിപ്പിച്ചത്. ഇന്ത്യൻ ഉപയോക്താക്കളുടെ വികാരവും രാജ്യത്തിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങളും മെറ്റ നിർബന്ധമായും പാലിക്കണമെന്ന മുന്നറിയിപ്പും ഇന്നത്തെ യോഗത്തിൽ കേന്ദ്രം നൽകും. ഇന്ന് നടക്കുന്ന നിർണായക കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മെറ്റയും മാർക്ക് സക്കർബർഗും വിഷയത്തിൽ കൂടുതൽ ഔദ്യോഗിക പ്രതികരണം നടത്തുമോ അതോ പരസ്യമായി ഖേദം പ്രകടിപ്പിക്കുമോ എന്നാണ് സാങ്കേതിക രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നത്.
കേന്ദ്രത്തിന്റെ കർശന നിലപാട് വരും ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ പ്രവർത്തന മാനദണ്ഡങ്ങളെ തന്നെ സ്വാധീനിച്ചേക്കാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ CJP പ്രൊട്ടസ്റ്റ് നടക്കുമ്പോഴാണ് പ്രധാനമന്ത്രി വീഡിയോ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ വളരെ കുറച്ച് നേരത്തെ വീഡിയോ മാത്രമാണ് ഉള്ളത്. അതിലൊക്കെ തന്നെ ഇവിടെ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചും ഈ ഒരു പ്രതിഷേധത്തിൽ എതിരെ സർക്കാർ എടുത്തിട്ടുള്ള നിലപാടുകളെക്കുറിച്ചും ഇനി വരാൻ പോകുന്ന പരീക്ഷകളിൽ നടക്കുന്ന ക്രമക്കേടുകളെക്കുറിച്ച് സർക്കാർ എടുക്കുന്ന നിലപാടുകളെക്കുറിച്ചൊക്കെ തന്നെ കൃത്യമായി പറഞ്ഞു വെക്കുന്ന വീഡിയോയായിരുന്നു പ്രധാനമന്ത്രി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോയൊക്കെ തന്നെ രാത്രിയായിരുന്നു അദ്ദേഹം പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. കാരണം ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് വളരെ നിമിഷങ്ങൾക്കുള്ളിൽ മില്യൺ ആളുകളാണ് അത് കണ്ടിരിക്കുന്നത്. നിരവധി ആളുകൾ അത് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല പലരും അതിന് താഴെ കമന്റുകളും പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ ഒരുപാട് ആളുകൾ കണ്ടിട്ടുള്ള ഒരു വീഡിയോയാണ്. വളരെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ വീഡിയോ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജിൽ നിന്ന് അത് അപ്രത്യക്ഷമായത്. ഏതായാലും എന്ത് നിലപാട് ഇനി കേന്ദ്രം എടുക്കും, അതുപോലെ തന്നെ മെറ്റ എടുക്കും എന്നുള്ളത് ഇന്നത്തെ ചർച്ചകൾക്ക് ശേഷം അറിയാൻ സാധിക്കും. അതേസമയം തന്നെ ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അധിക്ഷേപകരമായ പരാമർശം നടത്തിയ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്കെതിരെ വ്യാപക സൈബർ ആക്രമണം നടക്കുന്നു എന്ന റിപ്പോർട്ടുകൾ. തെറ്റിദ്ധരുത്തി രാജ്യത്തോട് മാപ്പ് പറഞ്ഞിട്ടും ഭീഷണികളും അധിക്ഷേപങ്ങളും തുടരുന്നതിനാൽ പെൺകുട്ടിയും കുടുംബവും വലിയ ഭീതിയിലാണ് കഴിയുന്നത്. സുരക്ഷാ ഭീഷണികളും നിരന്തരമുള്ള ഉപദ്രവങ്ങളും കാരണം പെൺകുട്ടിക്കും കുടുംബത്തിനും ഇതിനോടകം 3 തവണയാണ് താമസ സ്ഥലം മാറേണ്ടി വന്നത്. ഭയം കാരണം പുറത്തിറങ്ങാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് കുടുംബം. സൈബർ ആക്രമണങ്ങളും സുരക്ഷാ ഭീഷണികളും കാരണം കുട്ടിയുടെ വിദ്യാഭ്യാസം പൂർണ്ണമായും തടസ്സപ്പെട്ട നിലയിലാണ്. പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിൽ അന്തരീക്ഷം വഷളായതായി കുടുംബം സങ്കടത്തോടെ വ്യക്തമാക്കുന്നു. പ്രതിഷേധക്കാരുടെ സ്വാധീനത്തിൽപ്പെട്ടാണ് താൻ അത്തരം മോശവാക്കുകൾ ഉപയോഗിച്ചതെന്നും അറിവില്ലായ്മ കൊണ്ട് പറ്റിയ തെറ്റാണെന്നും പെൺകുട്ടി കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ മാപ്പ് ചോദിച്ചിരുന്നു. തനിക്ക് 15 വയസ്സ് മാത്രമാണ് പ്രായമെന്ന് വ്യക്തമാക്കിയ പെൺകുട്ടി കരഞ്ഞുകൊണ്ടാണ് രാജ്യത്തോട് മാപ്പ് അപേക്ഷിച്ചത്. എന്നാൽ മാപ്പപേക്ഷ പുറത്തു വന്നിട്ടും വ്യാജ പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശക്തമാണ്. 15-കാരിയായ പെൺകുട്ടിയെ 25 വയസ്സുള്ള ബ്യൂട്ടി പാർലർ ജീവനക്കാരിയായി ചിത്രീകരിച്ചാണ് ഒരു വിഭാഗം ആളുകൾ ഓൺലൈനിൽ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്. കുടുംബത്തെയും കുട്ടിയെയും മനഃപൂർവ്വം ആക്രമിച്ച് വേട്ടയാടാനാണ് ഇത്തരം വ്യാജ വാർത്തകൾ നിർമ്മിക്കുന്നതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഇതിന് പിന്നിൽ വലിയ രീതിയിലുള്ള ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. കേസുമായി ബന്ധപ്പെട്ട് പോലീസിൽ നിന്ന് തങ്ങളുടെ വിവരങ്ങൾ ചോർന്നതായി കുടുംബം കടുത്ത ആശങ്ക പ്രകടിപ്പിക്കുന്നു. കുട്ടിയുടെ മേൽവിലാസം ഉൾപ്പെടുത്തിയുള്ള വ്യക്തിഗത വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലും വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ട സാഹചര്യത്തിൽ പെൺകുട്ടിക്ക് അടിയന്തര സംരക്ഷണം ഉറപ്പാക്കണമെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം.